ഇവിടെ വആതൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് പ്രിയമുള്ളതോടൊപ്പം ഈ വ്യക്തി ആ സ്വത്തുക്കളെ നൽകുകയും ചെയ്യുന്നു. ദവിൽ ഖുർബ, 6 പേരാണ് നൽകപ്പെടുന്നവർ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മുന്തിപ്പിച്ചത് ആരെയാണ്? ദവിൽ ഖുർബയെയാണ്, അടുത്ത ബന്ധങ്ങളെയാണ്, അടുത്ത ബന്ധം ഉള്ളവരെയാണ്. അത് നമ്മുടെ ദീനിൽ ഒരു സുപ്രധാന വിഷയവുമാണ്. വിശുദ്ധ മദീനയിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മദീനയിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പനകൾ വിളഞ്ഞാടുന്ന തോട്ടങ്ങളുള്ള വ്യക്തിയായിരുന്നു. മദീനയിലെ ഏറ്റവും വലിയ ഒരു കാർഷിക സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ബൈറുഹ എന്ന് പറയുന്ന തോട്ടം മസ്ജിദുൻ നബവിയോടടുത്ത്, ഖാനത്ത് മുസ്തഖ്ബിലത്തൽ മസ്ജിദ് എന്ന ഹദീസിൽ കാണാം, മസ്ജിദിൻ്റെ മുൻഭാഗത്തായിട്ടായിരുന്നു ആ തോട്ടം ഉണ്ടായിരുന്നത്. ഇന്നും മസ്ജിദ് നബവിയിൽ പോയിട്ടുണ്ടെങ്കിൽ ബിറുഹ എന്ന് പറയുന്ന ആ ഭാഗം അടയാളപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും. മസ്ജിദിൻ്റെ മുസ്തഖ്ബൽ എന്ന് പറയുമ്പോൾ മദീന മസ്ജിദിൻ്റെ മുൻഭാഗം. ഏതായാലും നമ്മുടെ വിഷയം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിൽ പ്രവേശിക്കുമായിരുന്നു. അവിടെയുള്ള ആ ബിറുഹ, ഒരു കിണറുണ്ടായിരുന്നു, അതിൽ നിന്ന് വെള്ളം കുടിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. എല്ലാവർക്കും അറിയുന്നൊരു ചരിത്രമാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തിറങ്ങി, സൂറത്ത് ആലി ഇംറാനിലെ ആയത്ത്. എന്താ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് അൽബിർ നേടാനാവൂല എന്നാണ്. അൽബിർ, നമ്മുടെ ആയത്തിൻ്റെ വിഷയം അൽബിർ അല്ലേ? ലൈസൽ ബിർറ എന്ന് പറഞ്ഞു, വലാക്കിന്നൽ ബിർറ എന്ന് പറഞ്ഞു. അതാണ്, ആ ബിർറ് നിങ്ങൾക്ക് നേടാനാവില്ല. നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ ചെലവഴിക്കണം. അതാണ് ആയത്തിൻ്റെ അർത്ഥം. സൂറത്ത് ആലി ഇംറാനിലെ വചനാണത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തെ അവതരിപ്പിച്ചു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വ ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ബൈറുഹ ആണ്. വ ഇന്നഹാ സദഖത്തുൽ ലില്ലാഹ്, അത് അള്ളാഹുവിന് സദഖയാണ് എന്ന് പറയണം. അർജു ബിർറഹ വദുഖ്റഹ ഇൻദല്ലാഹ്, ആ ബൈറുഹ തോട്ടത്തിലൂടെയുള്ള പുണ്യം, അതിൻ്റെ ദുഖ്ർ, ഒരു സൂക്ഷിപ്പ്, പ്രതിഫലം ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിശ്ചയിക്കുകയാണ് എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വലൗ ഇസ്തതഅതു അൻ ഉസിറഹ ലം ഉഅ്ലിൻഹ, എനിക്കത് പരസ്യമാക്കാതെ സ്വകാര്യമായി സദഖ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സ്വത്ത് കൈമാറിയിട്ട് പറയണം, ഫദഅഹ യാ റസൂലല്ലാഹ് ഹൈസു അറാക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് എങ്ങനെ അറിയിച്ചു തരും വിധം ആ സ്വത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് വിനിയോഗിക്കാം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത്, ബഖിൻ ദാലിക മാലുൻ റാബിഹുൻ, ബഖിൻ ദാലിക മാലുൻ റാബിഹുൻ. ഈ ബഖിൻ എന്ന് പറയുന്നത് ഈ ഒരു ആഹ്ലാദം, സന്തോഷം നിറയുമ്പോഴാണ്. എന്നിട്ട് പറയുന്നത് ലാഭം നേടിത്തരുന്ന സ്വത്താകുന്നു അത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്ന ഇതിനോടനുബന്ധിച്ച ഒരു പ്രതികരണമാണ്. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. വഖദ് സമിഅതു മാ ഖുൽത് വ ഇന്നി അറാ അൻ തജഅലഹ ഫീ ഫുഖറാഇ അഹ്ലിക് അദ്നാ അഹ്ലി ബൈതിക്. അതാണ്, താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. അബൂ തൽഹയോട് റസൂലുള്ളാഹി പറയാണ്, വ ഇന്നി അറാ, എൻ്റെ അഭിപ്രായത്തിലേക്കാണല്ലോ താങ്കൾ വിട്ടത്, അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം അൻ തജഅലഹ, ഈ ബൈറുഹ സ്വത്ത് തോട്ടം, അത് താങ്കൾ നിശ്ചയിക്കലാണ്, ഫീ ഫുഖറാഇ അഹ്ലിക്, താങ്കളുടെ കുടുംബത്തിലെ ഫക്കീറന്മാർക്കിടയിൽ, അദ്നാ അഹ്ലി ബൈതിക്, താങ്കളുടെ കുടുംബത്തിൽ ഏറ്റവും താങ്കളോട് അടുത്ത് വർത്തിക്കുന്നവരിൽ അത് ചെലവഴിക്കാൻ പറയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉണ്ടാ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ, അതിൻ്റെ ചരിത്രമാണിത്. ബൈറുഹ തോട്ടം കുടുംബത്തിലെ അടുത്ത സാധുക്കൾക്ക് കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ എന്താ അബൂ തൽഹ ചെയ്തത്? അഫ്അലു യാ റസൂലല്ലാഹ്, റസൂലേ താങ്കൾ പറഞ്ഞത് ഞാൻ ചെയ്യാം. അങ്ങനെ ഫജഅലഹ ഫി ഹസ്സാന ഇബ്നി സാബിത്തിൻ വ ഉബയ്യ് ഇബ്നി കഅബിൻ റളിയല്ലാഹു അൻഹുമ, ആ സ്വത്ത് ബൈറുഹ ഹസ്സാൻ ഇബ്നു സാബിത്തിനും ഉബയ്യ് ഇബ്നു കഅബിനും വീതിച്ച് നൽകി എന്നാണ് ചരിത്രം. അബൂ തൽഹ ചരിത്രം മനസ്സിലാക്കാം.
റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദ് ഇബ്നു സഹൽ എന്നാണ്. സെയ്ദ് ഇബ്നു സഹൽ ഇബ്നുൽ അസ്വദ് ഇബ്നു ഹറാം ഇബ്നു അംർ ഇബ്നു സെയ്ദ് മനാത്ത് ഇബ്നു അദിയ് ഇബ്നു അംർ ഇബ്നു മാലിക് ഇബ്നു നജ്ജാർ. ബനു നജ്ജാർ ഗോത്രക്കാരാണ്. അന്നജ്ജാരി അൽ അൻസാരി. അബൂ തൽഹ അന്നജ്ജാരി അൽ അൻസാരിയാണ്. ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കന്മാരിൽ പിന്നെ മാലിക് ഇബ്നു നജ്ജാർ, ആ അന്നജ്ജാറിലേക്ക് ചേർത്താണ് അന്നജ്ജാരി. മനസ്സിലായോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ഇവർ മദീനക്കാരാണ്, അൻസാരികളാണ്. ഇതിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് അടുത്ത കുടുംബത്തിന് കൊടുക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇബ്നുൽ മുൻദിർ ഇബ്നു ഹറാമാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇബ്നുൽ അൽ മുൻദിർ ഇബ്നു ഹറാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇബ്നുൽ മുൻദിർ ഇബ്നു ഹറാം. ഉണ്ടോ? ഈ ഹറാം എന്നവരിലാണ് അബൂ തൽഹ സെയ്ദ് ഇബ്നു സഹലിൻ്റെ പിതൃപരമ്പരയും ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ പിതൃപരമ്പരയും കണ്ണിച്ചേരുന്നത്. അപ്പോൾ ഇവരുടെ കുടുംബ ബന്ധം. ഇനി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആലൻ്റെ കണ്ണിച്ചേരുന്നത് ഈ അംർ എന്നവരിലാണ്. മനസ്സിലായോ? ഉബയ്യ് ഇബ്നു കഅബ് ഇബ്നു ഖൈസ് ഇബ്നു അതീഖ് ഇബ്നു സെയ്ദ് ഇബ്നു മുആവിയത്ത് ഇബ്നു അംർ ഇബ്നു മാലിക് ഇബ്നു നജ്ജാർ. ഉബയ്യ് ഇബ്നു കഅബ് ഇബ്നു ഖൈസ് അതീഖ് ഖൈസ് ഇബ്നു അതീഖ് ഇബ്നു സെയ്ദ് ഇബ്നു മുആവിയ ഇബ്നു അംർ. ഉണ്ടാ? അപ്പോൾ അംർ, ഇവിടെ അംറുണ്ട്. ഹറാം ഇബ്നു അംർ, മുആവിയ ഇബ്നു അംർ. ഉണ്ടാ? ഈ അംറിലാണ് മൂവരുടെയും പിതൃപരമ്പര കണ്ണിച്ചേരുന്നത്. അബൂ തൽഹ സെയ്ദ് ഇബ്നു സഹലിൻ്റെ പിതൃപരമ്പരയും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പരയും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പരയും കണ്ണിച്ചേരുന്ന ഇത് ആരാണ്? ഈ അംറാണ്. ഈ അംർ ഇബ്നു മാലിക് ഇബ്നു നജ്ജാർ. ഉണ്ടോ? മാലിക് ഇബ്നു നജ്ജാർ. ഞാനിത് ഉദ്ധരിച്ചത് എന്തിനാ? ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തൽഹയോട് ബൈറുഹ സദഖ ചെയ്യാൻ കുടുംബക്കാരിലെ മിസ്കീന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത് അദ്ദേഹം ഹസ്സാൻ ഇബ്നു സാബിത്തിനും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനും അത് നൽകി. എന്താണ് അബൂ തൽഹയും ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഈ ഒരു ഉദാഹരണത്തെ ഇവിടെ ഇങ്ങനെ ചിത്രീകരിച്ചത്. അപ്പോൾ ഇത് ഒരു സുന്ദരമായ ചരിത്രമാണ്. ഈ ഒരു മസല മനസ്സിലാക്കുന്ന മാർഗ്ഗമാണ്.